യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്നുള്ള വചനമാണ്. എന്നോടും നിങ്ങളോടുമൊക്കെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ള ജ്ഞാനം പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യാചിക്കുകയും ചെയ്യണം എന്നുള്ളതായ വാക്കുകളാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസപരമായുള്ള ഉന്നമനങ്ങളും ശ്രേഷ്ഠതകളുമാണ് ജ്ഞാനിയായൊരു വ്യക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്നവരെ നോക്കിക്കൊണ്ട് വളരെ ജ്ഞാനിയായ മനുഷ്യനാണെന്ന് പറയുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് ആരാണ് ജ്ഞാനികൾ, ആരാണ് പോഷന്മാർ എന്നുള്ള ചോദ്യത്തിന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നുള്ളതായി പദമുണ്ട്. ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? ബുദ്ധിയുള്ളവർക്കും മാത്രമേ അത് കഴിയുകയുള്ളൂ. സൃഷ്ടിതാവായ ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്നുള്ള പദമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ആരാണ് മൂഢന്മാർ? ദൈവമില്ലെന്ന് പറയുന്നവരാണ് മൂഢന്മാർ എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. 111-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട്. ദൈവത്തിങ്കൽ നിന്നുള്ള ജ്ഞാനം അത് നാം പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തോട് യാചിക്കണം എന്നോർമ്മപ്പെടുത്തുമ്പോൾ തന്നെ യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന് ഏറ്റവും ആവശ്യമായത് എന്ന വാക്യം ഓർപ്പിക്കുന്നു. ഇയ്യോബ് 28:28 പറയുകയാണ്, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളിച്ചെയ്തു. എന്താണ് ജ്ഞാനം? എന്താണ് വിവേകം? കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനമെങ്കിൽ ദോഷം അകന്നു നടക്കുന്നതാണ് വിവേകം എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. വീണ്ടും നാം നോക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. നാം ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനത്തിനു വേണ്ടി യാചിപ്പാനും അത് പ്രാപിച്ച് അതിന് നിലയിൽ ജീവിപ്പാനും നമുക്ക് കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും ദൈവത്തോട് ആഴമായ പ്രാർത്ഥനയിലും യാചനയിലും മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ.
കരുണയുള്ള ദൈവമേ, ദൈവമില്ല എന്ന് പറഞ്ഞ് പോഷന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കാതെ ദൈവത്തെ അന്വേഷിക്കുന്ന ജ്ഞാനിയായി, ബുദ്ധിമാനായി ഞങ്ങളെല്ലാവരും തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും കരുതലും ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് സ്തോത്രം. വിശേഷമായി ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.